ഹായ്, റീബത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ പറഞ്ഞു വെച്ചിരുന്നത് സെൽഫ് ലവ് എന്താണ്, അതുവഴി എങ്ങനെ സ്വയം സ്നേഹിക്കാം എന്നതായിരുന്നു. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് വേണം. സെൽഫ് ലവ്, സ്വയം സ്നേഹിക്കുന്നത് എങ്ങനെയാണ്, ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വർക്കൗട്ട് ആക്കി കൊണ്ടുവരുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സ്വയം സ്നേഹിക്കുന്നത് വഴി നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാത്തിനെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മനസ്സിൽ നിന്ന് ദേഷ്യം, വെറുപ്പ്, പക, വൈരാഗ്യം ഇങ്ങനെയുള്ള എല്ലാ ഫീലിങ്സും ഒഴിവായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രപഞ്ചത്തിന്റെ ശക്തിയുടെ പ്രപഞ്ചശക്തിയുടെ അധീനതയിൽ വരുന്ന ഊർജ സ്രോതസ്സിന്റെ ഒരളവിലേക്ക് നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കാൻ തുടങ്ങും. നമ്മുടെ ചിന്തകൾ എപ്പോഴും നെഗറ്റീവായിട്ടാണ് ആ പ്രപഞ്ചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തരംഗങ്ങളെ ഒഴിവാക്കി പോസിറ്റീവായ തരംഗങ്ങളെ അങ്ങോട്ടേക്ക് അയച്ച് ആ പോസിറ്റീവ് തരംഗങ്ങളെ പ്രപഞ്ചത്തിലേക്ക് വിട്ട് തിരിച്ച് ആ പോസിറ്റീവ് ചിന്തകളിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായി എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക. അതിന് നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുക. നമ്മുടെ മനസ്സിൽ നിന്നും ദേഷ്യം, പക, വെറുപ്പ്, വൈരാഗ്യം ഇങ്ങനെയുള്ള ചിന്തകളെ ഒഴിവാക്കുക. മറിച്ച് സ്നേഹം മാത്രം നിറയ്ക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും പോസിറ്റീവായിരുന്നാൽ നമുക്ക് വരുന്നത് എത്രയും പോസിറ്റീവായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് വഴി എന്താ ശരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് വഴി നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ സിറ്റുവേഷൻസിൽ ഒന്നും തന്നെ മാറ്റം വരുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങളിൽ മാറ്റം വരുന്നില്ല. മറിച്ച് നമ്മൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിലിരിക്കാനും ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് നിൽക്കാനും സാധിക്കും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന വഴി നടക്കുന്നത്. നമ്മൾ ധൈര്യമുള്ളവരായിട്ട് മാറും, നമ്മൾ സ്നേഹമുള്ളവരായിട്ട് മാറും. നമ്മളിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയുടെ വൈബ് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. ചില ആൾക്കാരൊക്കെ നമ്മൾ അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവർ വന്നിരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും അങ്ങനെയായിട്ട് മാറാൻ കഴിയുന്നതാണ്. നമ്മളിലുള്ള ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിൽ അതെപ്പോഴും പ്രപഞ്ചത്തിലേക്ക് പാസ് ചെയ്യുന്നത് നെഗറ്റീവ് തരംഗങ്ങളെ ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് തരംഗങ്ങളെ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാലല്ലേ പറ്റൂ. അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട്, പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു ചെറിയ ആഗ്രഹം നടക്കാൻ വേണ്ടി നമ്മൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എപ്പോഴും എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ ആ ചിന്തകൾ നമുക്ക് കൊണ്ടുതരുന്നതാണ് നമ്മുടെ അനുഭവങ്ങൾ. അത്രയും കുറെ അധികം വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സ് നെഗറ്റീവ് മാത്രം ചിന്തിച്ച് അതിനെ മാത്രം ആകർഷിച്ച് കൊണ്ടുത്തരുന്ന ഒരു മനസ്സാണെങ്കിൽ പെട്ടെന്ന് അതിനോടൊരു പുതിയ ജോലി ചെയ്യാൻ പറഞ്ഞാൽ അതിന് പ്രയാസമായിരിക്കും ചെയ്യാൻ. ആ മൈൻഡിനെ, ആ ഉപബോധ മനസ്സിന്റെ ആ ചിന്തകളെ എങ്ങനെ പോസിറ്റീവാക്കി എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു കാലത്തിൽ ഞാനും അങ്ങനെയായിരുന്നു. നെഗറ്റീവ് മാത്രം ചിന്തിക്കുകയും നെഗറ്റീവ് മാത്രം ജീവിതത്തിൽ വരികയും ചെയ്ത് അതിനെതിരെ പോരാടി തളർന്നു പോയ ഒരാളാണ്. പിന്നീട് എൻ്റെ ചിന്തകളിൽ മാറ്റം വരുത്തിയപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അനുഭവങ്ങൾ, ആ ചിന്തകൾ കൊണ്ടുവരുന്ന അനുഭവങ്ങൾ പോസിറ്റീവ് ഉള്ളതായി മാറി, സന്തോഷമുള്ളതായി മാറി. നമ്മൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ സന്തോഷമായിട്ട് ഇരിക്കുക എന്നതാണ് പ്രാധാന്യം. ഒരുപാട് കാശ് കിട്ടിയിട്ട് വേണോ സന്തോഷിക്കാൻ? വേണ്ട. ഒരു വലിയൊരു വീട് വെച്ചിട്ട് വേണോ സന്തോഷിക്കാൻ? നമ്മൾ സന്തോഷത്തിനൊരു നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. കുറേയധികം നിബന്ധനകളിലൂടെയാണ് നമ്മുടെ സന്തോഷത്തിന്റെ അളവുകൾ നമ്മൾ തീരുമാനിക്കുന്നത്. ശരിക്കും അതാണ് ദുഃഖത്തിന് കാരണം. നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും ആ മൊമെന്റിൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ പരം വേറൊരു ഭാഗ്യം ചെയ്ത വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എൻ്റെ അനുഭവങ്ങളിലൂടെ പഠിച്ചൊരു പാഠമാണത്. ലോ ഓഫ് അട്രാക്ഷനിലും മാനിഫെസ്റ്റേഷനിലും ഞാൻ വിശ്വസിച്ചു തുടങ്ങുന്നത് പോലും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയോജനമുണ്ടോ? നമ്മൾ എന്താണ് ശരിക്കും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്? ഇല്ലായ്മകളും വല്ലായ്മകളും, എനിക്കൊന്നുമില്ല, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്, എനിക്കത് തരണേ, എനിക്കിത് തരണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴെങ്കിലും നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അതൊരു ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് തിരിച്ച് നമ്മുടെ പോയിന്റിലോട്ട് വരാം. സെൽഫ് ലവ്, നമ്മൾ സ്വയം സ്നേഹിക്കുന്നത് വഴി എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ സാധ്യമാക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. നമ്മൾ എപ്പോഴും നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ ചുറ്റിനുമുള്ള എല്ലാത്തിനെയും സ്നേഹിക്കാൻ കഴിയും. ആ തരംഗങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പോകുകയും ആ തരംഗങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുതരികയും ചെയ്യുന്നു. നമ്മളിൽ കരുണയുള്ളവരായിട്ട് മാറും, സ്നേഹമുള്ളവരായിട്ട് മാറും. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വരും. ചെറിയൊരു ആഗ്രഹം നമുക്ക് സാധിച്ചു നോക്കാം. വളരെ ചെറിയ ഒരാഗ്രഹം, ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അന്ന് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലോ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ കയ്യിൽ അത് എത്തിച്ചേരുന്നത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ലോ ഓഫ് അട്രാക്ഷനാണ്, ഇതും മാനിഫെസ്റ്റേഷനാണ്.
അപ്പോൾ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ സംഭവിച്ചൂടെ? പക്ഷെ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ ചിലർക്ക് സമയമെടുക്കും. അതെന്തുകൊണ്ടാണ്? ഈ മനസ്സ് തന്നെയാണ് പ്രധാന കാരണം. കാരണം മനസ്സ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നെഗറ്റീവാണ്. പിന്നെ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ സാധ്യമാകുക? മനസ്സിനെ കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിപ്പിക്കാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം. കുറേ ദിവസം അതിന് ഒരു 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 വർക്കൗട്ട് കൊടുക്കണം. ആ വർക്കൗട്ടിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ മൈൻഡിനെ പോസിറ്റീവായ കാര്യങ്ങൾ ശീലിപ്പിക്കാൻ പറ്റുകയുള്ളൂ. പെട്ടെന്നൊന്നും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാധിക്കില്ല. കാരണം എന്ത് ചെയ്യരുതെന്ന് പറയുന്നു അത് ചെയ്യാനുള്ളൊരു വെമ്പലായിരിക്കും നമ്മുടെ മനസ്സുള്ളത്. കൊച്ചു കുട്ടികളോട് പറയാറില്ല അതെടുക്കരുത് ഇതെടുക്കരുത്. പക്ഷെ നമ്മൾ എന്ത് എടുക്കരുതെന്ന് പറഞ്ഞാലും അവരത് പോയി എടുക്കും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഈ കുരങ്ങിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുരങ്ങ് എന്താ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മങ്കി മൈൻഡ് എന്ന് പറയും. കുരങ്ങ് എന്താ ചെയ്യുന്നത്? കുരങ്ങ് ഒരു ചില്ലയിൽ നിന്ന് അടുത്ത ചില്ലയിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. അതുപോലൊക്കെയാണ് നമ്മുടെ മനസ്സ്. ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് ഇങ്ങനെ എപ്പോഴും അത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സ്ഥിരമായിട്ടൊരിടത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഉപബോധ മനസ്സാണ്. ബോധമനസ്സിന്റെ കളിയല്ലിത്, ഉപബോധ മനസ്സിന്റെ കളിയാണ്. കാരണം നമ്മൾ ജനിച്ച് ഓർമ്മ വെച്ച കാലം മുതൽ അത് വർക്കൗട്ട് ചെയ്യുകയാണ്. എന്ത് നമുക്ക് ദുഃഖത്തെ ആകർഷിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടിലാണോ അത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വയം തിരഞ്ഞെടുക്കുന്നതാണോ? ഞാൻ എൻ്റെ ശരീരത്തിന് ഉടമയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഞാൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ദുഃഖം മാത്രം അട്രാക്ട് ചെയ്ത് കൊടുക്കാമെന്ന് അത് തീരുമാനിച്ചിരിക്കുന്നതാണോ? അല്ല, മറിച്ച് അതിനും കാരണക്കാർ നമ്മൾ തന്നെയാണ്. കാരണം എന്താണ്? അതിൻ്റെ വിചാരം നമ്മൾ എപ്പോഴും എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ സേഫ് സോണാണെന്നാണ് അതിൻ്റെ വിചാരം. അപ്പം നമ്മൾ സേഫ് സോണിൽ നിന്ന് പെട്ടെന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ വിചാരം എന്താണ്? നമ്മൾ ഡേഞ്ചർ സോണിലേക്ക് പോയി, ഈ ശരീരം ഡേഞ്ചർ സോണിലേക്ക് പോകുകയാണ്, ഇതിനെ സേഫ് സോണിലാക്കുക എന്ന വിചാരത്തിൽ അതെന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഏതവസ്ഥയിലാണോ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിടും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 1,00,000 രൂപ കിട്ടി, നമുക്ക് ഭയങ്കര സന്തോഷമാണ്, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരാൻ പോകുന്നു നമ്മൾ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പ്രശ്നം വന്നു ചേരും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നു ചേരുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് മനസ്സ് അട്രാക്ട് ചെയ്തുകൊണ്ട് തരുന്നതാണ്. കാരണം അതിന് ആ 1,00,000 രൂപ കിട്ടിയ ആ ഒരു സിറ്റുവേഷൻ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഇത്രയും കാലം നെഗറ്റീവ് ചിന്തിക്കുകയാണ്. നെഗറ്റീവ് ചിന്തിച്ച് അതിങ്ങനെ ഓരോന്ന് കൊണ്ടുത്തരികയാണ്. എനിക്ക് വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൻ്റെ പേര് പോസിറ്റീവ് തിങ്കേഴ്സ് എന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കുറച്ച് നല്ല ചിന്തകളുമായി കുറച്ച് പേര് ആ ഗ്രൂപ്പിലുണ്ട്. വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആ ഗ്രൂപ്പിൽ കുറച്ച് പേരുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ കയറാവുന്നതാണ്. പിന്നെ ഇനിയും കൂടുതൽ അടുത്ത വീഡിയോസിൽ ഞാൻ മനസ്സിൻ്റെ കളികളും അതെങ്ങനെയാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷനും ഒക്കെ കൊണ്ടുത്തരുന്നതെന്നും പിന്നെ അതേപോലെ തന്നെ എന്താണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാമെന്നൊക്കെ വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്